പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് 2 പേർ മരിച്ച സംഭവത്തിൽ സാഗർ യുവരാജ് കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്ത് പോലീസ്. IPC 304, 337 വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. അലക്ഷ്യമായി കപ്പലോടിച്ചതിനും ജീവഹാനി വരുത്തിയതിനുമാണ് കേസ്. മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് 2 പേർ മരിച്ച സംഭവത്തിൽ സാഗർ യുവരാജ് കപ്പൽ ജീവനക്കാർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. തൃശൂർ മുനക്കക്കടവ് കോസ്റ്റൽ പോലീസാണ് കേസെടുത്തത്. കപ്പൽ കസ്റ്റഡിയിലെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. IPC 304, 337 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അലക്ഷ്യമായി കപ്പലോടിച്ചതിനും ജീവഹാനി വരുത്തിയതിനുമാണ് കേസ്. ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഏറ്റെടുത്ത കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കപ്പലാണ് സാഗർ യുവരാജ്. പൊന്നാനി സ്വദേശികളായ സലാം, ഗഫൂർ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. അതേസമയം കോസ്റ്റൽ പോലീസ് ഒന്നും ചെയ്തില്ലെന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയവരുടെ ആരോപണം. പോലീസ് ബോട്ട് അടുത്ത് വന്ന് നിൽക്കാന്നല്ലാതെ അടുത്ത് അതിൽ നിന്ന് ഒരാൾ വരും ചാടിയിട്ട് ഇയാളെ രക്ഷപ്പെടുത്തിക്കാൻ ഒന്നിക്കാൻ വരും ചാടിയിട്ടില്ല. ഈ കംപ്ലൈന്റ് ബോട്ടിത്തെ ആളുകൾ ചാടിയിട്ടാണ് ആളുകളെ രക്ഷപ്പെടുത്തിയത്. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ സജീവമായി ഊർജിതമായ രക്ഷാപ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ തന്നെ ആളുകളെ കൊണ്ടുവരാൻ പറ്റിയത്. അല്ലാതെ അതിൽ നിന്ന് ഒരാൾ വന്ന് ചാടിയിട്ടോ ഇതാക്കിയിട്ടില്ല. അതിലൊരാൾ ചാടാൻ പറ്റിയ ആളുകളില്ല. ഇങ്ങനത്തെ ഇതിനെല്ലാം വരുമ്പോൾ അവരല്ലേ വരേണ്ടത്, ആളുകളല്ലേ വരണ്ടേ. ആ ആളുകളെല്ലാം അതിൽ നിർത്തണ്ടേ. അതിന് ആളുകളൊന്നുമില്ല. അതിൽ 2 പിള്ളേര് സ്രാങ്ങും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എത്തിയിട്ട് നോക്കി നിൽക്കാണ് ചെയ്തേ. ഒരാൾ അതിൽ നിന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഒരാൾ ചാടിയിട്ട് നോക്കിയിട്ടില്ല. ഒന്ന് പിടിച്ചു തരാൻ വേണ്ടിയിട്ടെങ്കിലും ഒരാൾ ചാടണ്ടോ? അത് ചാടിയിട്ടില്ല. അതാണ് ഞങ്ങളുടെ പ്രശ്നം. കടലിൽ വീണവരെ രക്ഷിക്കാൻ ബോട്ടിലെത്തിയ പോലീസ് തയ്യാറായില്ലെന്നും തകർന്ന ബോട്ട് കണ്ടിട്ടും പോലീസ് ഒന്നും ചെയ്തില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. NCV ന്യൂസ്, പൊന്നാനി. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.